14-ാം ദിവസം. പ്രിയമകന് അമ്മയുടെ സ്നേഹ സമ്മാനം. ജെറുസലമിൽ തിരികെ എത്തിയ തോമാശ്ലീഹ മറ്റപ്പസ്തോലന്മാരിൽ നിന്നും മാതാവിൻ്റെ മരണവാർത്ത അറിയാനിടയായി. തോമാശ്ലീഹായ്ക്ക് അത് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. മാതാവിനെ അടക്കിയ കല്ലറ തുറന്നു കാണണമെന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ചു. ഒടുവിൽ അവർ അദ്ദേഹത്തെ മാതാവിനെ അടക്കം ചെയ്തിരുന്ന കല്ലറയിങ്കൽ എത്തിച്ചു. കല്ലറ തുറന്നു നോക്കിയപ്പോൾ മാതാവിൻ്റെ ശരീരം അവിടെ ഉണ്ടായിരുന്നില്ല. മാതാവ് ശരീരത്തോടു കൂടി തന്നെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടിരുന്നു. പുറത്തിറങ്ങിയ അപ്പസ്തോലൻ കണ്ടത് മാതാവ് ആകാശത്തിലൂടെ തെന്നി നീങ്ങുന്നതാണ്. തോമാശ്ലീഹായോടുള്ള സ്നേഹസൂചകമായി തൻ്റെ അരപ്പട്ട മാതാവ് താഴേക്കിട്ടുകൊടുത്തു. വിചിന്തനം. എന്നും ഗുരുവിൻ്റെ വഴിയെ തന്നെ സഞ്ചരിച്ചിരുന്ന തോമാശ്ലീഹ അവിടുത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം തൻ്റെ മാതാവിൻ്റെ സ്വർഗാരോപണം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ അദ്ദേഹത്തെ ഒരു നിമിത്തമാക്കി തീർത്തത്. മാതാവ് ശരീരത്തോടു കൂടി തന്നെ പുത്രനാൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നത് വിശ്വാസ സത്യമാണ്. അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളും വിവരണങ്ങളും അപ്രമാണിക ഗ്രന്ഥങ്ങളിൽ മാത്രമാണ് കാണുവാനുള്ളത്. അതും തോമാശ്ലീഹായോട് ബന്ധപ്പെടുത്തി മാത്രം. ഉയിർപ്പിന് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് വിശ്വസിക്കുവാൻ തയ്യാറാകാതിരുന്ന തോമാശ്ലീഹ മാതാവിൻ്റെ മരണവാർത്തയും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. നേരിൽ കാണണമെന്ന് അദ്ദേഹം വാശി പിടിക്കുകയാണ്. ഈ വാശി തീർച്ചയായും സ്നേഹത്തിൽ നിന്നുളവാകുന്നതാണ്. ഉദ്ധിതനായ ഈശോയെ കാണണമെന്ന് വാശി പിടിച്ചത് സ്നേഹത്തിൻ്റെ ശക്തി മൂലമായിരുന്നു. അതേ സ്നേഹം തന്നെയാണ് മാതാവിൻ്റെ കാര്യത്തിലും അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഇത്രയും വലിയ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകാതിരിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. ഈശോ അത് ചെയ്തു, മാതാവും അതുതന്നെ ചെയ്തു. തൻ്റെ സ്നേഹത്തിൻ്റെ നിത്യസ്മാരകമായി തൻ്റെ അരപ്പട്ട തോമാശ്ലീഹായ്ക്ക് സമ്മാനമായി നൽകി. നിസ്വാർത്ഥവും കരകളഞ്ഞതുമായ സ്നേഹം എന്നും പ്രതിഫലം അർഹിക്കുന്നു. അത്തരത്തിൽ സ്നേഹിക്കുന്നവർക്ക് ശാഠ്യം പിടിക്കുവാനുള്ള അവകാശവുമുണ്ട്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം സ്വാർത്ഥമില്ലാത്തതാകട്ടെ. ഏതെങ്കിലും കാര്യസാധ്യത്തിനുള്ള ഒന്നായി അത് മാറാൻ പാടില്ല. ഒന്നും നേടുവാൻ വേണ്ടിയല്ല, മറിച്ച് ദൈവം സ്നേഹം തന്നെ ആയതുകൊണ്ട് അവിടുത്തെ നാം സ്നേഹിക്കണം. അതാണ് നിർമ്മലമായ സ്നേഹം.